ഹായ് ഗൈസ്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിലാണ് തന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ആയുധമായി കയ്യിലെടുത്തിരിക്കുന്നതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ EVM. അതായത് ഈ EVM മെഷീനെല്ലാം ഹാക്ക് ചെയ്തുകൊണ്ടാണ് ഭരണപക്ഷ പാർട്ടികളെല്ലാം തന്നെ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അതായത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലാന്ന്. ഇപ്പോൾ മഹാരാഷ്ട്രത്തെ ഇലക്ഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അതായത് ഏറ്റവും വലിയ നേതാവായ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ മല്ലികാർജുന ഖാർഗെ തന്നെ ഇത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് എത്രമാത്രം താഴെ പോയി എന്ന് നിങ്ങൾക്ക് ഊഹിച്ചു നോക്കാവുന്നതോ ഉള്ളൂ. അതായത് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചുള്ള ചരിത്രം നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എഡിറ്റിങ്ങിന്റെ പ്രശ്നം കാരണം അത് പബ്ലിഷ് ചെയ്യാത്തതാണ്. അത് വീഡിയോയ്ക്ക് അധികം ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അങ്ങനെ വളർന്നു വന്ന കോൺഗ്രസ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ഏറ്റവും പരിശ്രമിച്ച ഒരു പാർട്ടിയായ കോൺഗ്രസ്, അങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ അത്രയും വലിയൊരു പാർട്ടിയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതായത് ഗാന്ധിജി തൊട്ട് നെഹ്റു തൊട്ട് അങ്ങനെ മാക്സിമം വലിയ വലിയ നേതാക്കളെല്ലാം വളർത്തി വലുതാക്കിയ ഒരു പാർട്ടിയാണ് അതായത് ഇതേ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് EVM ഹാക്ക് ചെയ്തു എന്ന്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പറയുന്നത്? അതായത് ഇപ്പോൾ താഴെ കിടക്കുന്ന അതായത് ഒരു ട്വിറ്റർ ഉപയോഗിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു വ്യക്തി EVM ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനൊരു തെളിവുണ്ടാവും. അതായത് ഒരു വിവരമില്ലാത്ത ആൾക്കാർ അത് പറഞ്ഞതാന്ന് വെച്ചാൽ. പക്ഷെ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരാണ് ഇത് പറയാന്ന് വെച്ചാൽ അവരുടെ ക്രെഡിബിലിറ്റിനെ തന്നെ അത് ബാധിക്കില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കെ. അതായത് ഇതേ EVM മെഷീൻ BJP സർക്കാരല്ല വന്നത്. അതായത് 1982 കോൺഗ്രസ് ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ആദ്യമായി EVM, അതും കേരളത്തിൽ പരവൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ആദ്യമായി EVM ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇതേ കോൺഗ്രസ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ലീഡറും കൂടെ, അല്ലെങ്കിൽ ലീഡറല്ല, അടുത്ത പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റും ലോക്സഭ ഓപ്പോസിഷൻ ലീഡറും കൂടിയായ രാഹുൽ ഗാന്ധിയുടെ അച്ഛനായ രാജീവ് ഗാന്ധിയാണ് അതായത് ഭരണഘടനയെ തന്നെ വലിയ തിരുത്തം കൊണ്ടുവന്ന് EVM മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് നോക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് തന്നെയാണ് പിന്നീട് ഇന്ത്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നരസിംഹറാവു ആയിക്കോട്ടെ, ഇവരെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് EVM മെല്ലെ 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 ഇന്ത്യ മൊത്തം ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം അവസാനമായി 2004 കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ വാജ്പേയി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും 543 സീറ്റിലും EVM ഉപയോഗിക്കാം എന്ന് പറയുന്ന തീരുമാനം എടുക്കുന്നത്. പക്ഷെ ആ ഒരു തീരുമാനം എടുത്ത് അടുത്ത ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് തന്നെയാണ് ജയിച്ച് ഭരണത്തിലോട്ട് വന്നത്. അത് UPA സർക്കാർ തന്നെയാണ് ഭരിച്ചത്. അതിനുശേഷം 2009 നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതേ UPA സർക്കാർ തന്നെയാണ് EVM ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ആദ്യത്തെക്കാട്ടിലും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാമത് ജയിക്കുന്നത്. അങ്ങനെ 2014 മോഡി സർക്കാർ വരികയും അതായത് ഭരണത്തിലോട്ട് വരികയും ചെയ്തത്. അപ്പോൾ EVM മെഷീന് വലിയ പ്രശ്നങ്ങളൊന്നും അപ്പോൾ പറഞ്ഞില്ല. കാരണം 2009 to 2014 എടുത്തു നോക്കുകയാണെങ്കിൽ ആ UPA സർക്കാർ വളരെ പരാജയമായിരുന്നു. അതായത് കോൺഗ്രസിനോട് ആൾക്കാർക്കുള്ള വിശ്വാസം തന്നെ പോയി എന്ന് പറയാം. അതായത് 2G സ്കാം ആയിക്കോട്ടെ, അതായത് ഹെറാൾഡ് കേസ് ആയിക്കോട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള സ്കാമുകളും നടന്നത് ഈ ഒരു പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം അവിടെ വന്നു. അങ്ങനെ 2019 ആയി കഴിഞ്ഞപ്പോൾ തന്നെ അതായത് വീണ്ടും കോൺഗ്രസ് താഴോട്ട് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നല്ലൊരു വിജയമായിട്ട് NDA അല്ലെങ്കിൽ BJP സർക്കാർ വീണ്ടും വന്നു. അപ്പോൾ തൊട്ട് തന്നെ എല്ലാവർക്കും ഈ EVMന്റെ പ്രശ്നം തുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ അതായത് EVM ഹാക്ക് ചെയ്തിട്ടാണ് ജയിച്ചത്. അതായത് 2 വട്ടം BJP അടുപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അത് EVM ഹാക്ക് ചെയ്താണ്. 70 കൊല്ലത്തോളം കോൺഗ്രസ് ഭരിച്ചത് ആരെയും എന്തെങ്കിലും ബാലറ്റ് പേപ്പറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ റീസെന്റായി ഞാനൊരു വീഡിയോ കണ്ടു. അതായത് രാജീവ് ഗാന്ധി ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ BJPക്ക് ഇത്ര വോട്ട് കിട്ടാൻ സാധ്യതയില്ല, ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. കോൺഗ്രസിന് ഈ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നതും പ്രശ്നമാണ്, EVM ഉപയോഗിക്കുന്നതും പ്രശ്നമാണ്. അത് കഴിഞ്ഞ് 2024 ഇലക്ഷൻ എടുത്തു നോക്കട്ടെ. അതായത് ലോക്സഭ ഇലക്ഷനാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ഇലക്ഷൻ BJP പറഞ്ഞു 400 കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുക, ആ 400 എങ്ങാനും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ EVMന് എന്ത് പുകിലുണ്ടായേനെ. പക്ഷെ അത് കിട്ടിയില്ല. BJPക്ക് മാർക്ക് പോലും കിട്ടിയില്ല. BJP പടുതോൽവിയിലോട്ടാണ് എത്തിയത്. അതായത് BJP തോറ്റു എന്നല്ല, അതായത് BJPന്റെ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ അത് തോൽവിയായിരുന്നു. പക്ഷെ കോൺഗ്രസിനാണെങ്കിലോ ജയിച്ചില്ല. പക്ഷെ അവരെ വിചാരിച്ചു നോക്കുമ്പോൾ, അവരുടെ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ അവർ ജയിച്ചു എന്ന് പറയാം. അതായത് കോൺഗ്രസ് 2024 ഇലക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ ജയിക്കാൻ വേണ്ടിയാണ് ഒരു പ്രചരണം എടുത്തു കാട്ടാൻ പറ്റുമോ? അതായത് ഞങ്ങൾ ജയിക്കുമെന്ന് ഒരു കോൺഗ്രസ് നേതാവെങ്കിലും ഉറച്ചു പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റിയില്ല. പക്ഷെ UPയിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെല്ലാം തന്നെ അതായത് BJPക്ക് കിട്ടിയ തിരിച്ചടികൾ അത് BJPക്ക് വലിയ തിരിച്ചടിയായി മാറി. ഇതെല്ലാം എന്ത് ചെയ്തു? അതായത് 2024 ലോക്സഭ ഇലക്ഷൻ നമുക്ക് ഈ EVMന്റെ പ്രശ്നം പറയണ്ട, ഇതൊരു ഡെമോക്രസിയാന്ന് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഈ ഇലക്ഷൻസ് സ്റ്റേറ്റ് വരികയാണ്. അതിൽ ഹരിയാന ഇലക്ഷൻ എല്ലാവർക്കും വലിയ തിരിച്ചടിയായി മാറി. അതായത് ഈ വേണ്ടാത്ത പ്രചരണങ്ങളെല്ലാം ഉണ്ടാക്കിയ
ആ ഹരിയാനയിൽ അവർക്ക് വലിയ തിരിച്ചടിയെ കിട്ടി BJP വന്നു. അത് അവർ പ്രശ്നമായി പറയുന്നു. പക്ഷെ അതേ സമയത്ത് ഇലക്ഷൻ നടത്തി ജമ്മു കാശ്മീർ അവിടെ BJP സർക്കാരല്ല ജയിച്ചത്. അവിടെ പ്രധാന എതിർകക്ഷി മാത്രമാണ് BJP. അവിടെ സഖ്യകക്ഷിയുള്ള അതായത് ഒമർ അബ്ദുള്ള തന്നെയാണ് അവിടെ ജയിച്ച്. അവിടെ ജനാധിപത്യം ജയിച്ചു, ഇവിടെ EVM തോറ്റു. അതായത് EVM കാരണമാണ് ജയിച്ചത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് മഹാരാഷ്ട്ര ഇലക്ഷനിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴും UP ബൈപോളർ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയെല്ലാം തന്നെ EVM ജയിച്ചത്. അതായത് EVM കാരണമാണ് BJP ജയിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അതായത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ ഇതേപോലെ തന്നെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി കോൺഗ്രസിന് കിട്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മിണ്ടാത്തത്? അപ്പോൾ പൊതുവെ ഒരു ഇലക്ഷൻ വെക്കുകയാണെങ്കിൽ അതായത് പലതരത്തിലുള്ള ആൾക്കാർക്ക് ഒരു അഭിപ്രായമുണ്ട്. അത് കേന്ദ്രത്തിൽ ഭരിക്കുന്നവർ ഇവിടെയും വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടും. അങ്ങനെ കുറെ പേര് വോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മഹാരാഷ്ട്രയിൽ റീസെന്റ് ആയിട്ട് ലഡ്കി കാ ബന്ധൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സ്കീമുകൾ ഇറക്കി. അതായത് സ്ത്രീകൾക്ക് കുറെ പൈസ വാരി കൊടുക്കും. ഇതുകൊണ്ടെല്ലാം കാരണമാണ് മഹാരാഷ്ട്രയിൽ ജയിച്ചു വന്നത് എന്ന് പറഞ്ഞാൽ അത് അവർ സമ്മതിക്കാൻ തയ്യാറല്ല. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവിടെ പ്രിയങ്ക ഗാന്ധി എടുത്തതോ 4 ലക്ഷത്തോളം ഭൂരിപക്ഷം. അവിടെ EVM പ്രശ്നമില്ല. അതേപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെ അതേ ഇതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം ജയിച്ചതോ അതും ഇതിനു മുമ്പ് കിട്ടിയതിനെക്കാട്ടിലും ഭൂരിപക്ഷത്തോടുകൂടി. അപ്പോൾ ഇവിടെ കേരളത്തിൽ 3 ഇതിൽ നടന്നു, അതൊന്നും EVM ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ ജാർഖണ്ഡിൽ നടക്കുകയാണെങ്കിൽ അവിടെയും ഇന്ത്യ അലയൻസ് തന്നെ അവിടെ ഭരണത്തിലോട്ട് വന്നു, അവിടെയും EVM പ്രശ്നമില്ല. പക്ഷെ മഹാരാഷ്ട്രയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും അതുപോലെ തന്നെ UPയിലും വീണ്ടും BJP വന്നു, അതവിടെ വലിയ പ്രശ്നമായി കാണുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതായത് BJPക്ക് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവർക്ക് കൃത്യമായി അറിയാം. അതായത് ഒരു സ്ഥലത്ത് പോയി എവിടെ എന്ത് സംസാരിക്കണം എന്ന്. അതായത് ഈ വട്ടമല്ല വഖഫ് ബോർഡിലെല്ലാം തന്നെ വലിയ രീതിയിൽ അവർ കളിക്കുകയും അതുകൊണ്ടൊക്കെയാണ് അവർ ജയിച്ചു വന്നത്. പക്ഷെ ഇതിന് എതിരായി നിൽക്കുന്ന കോൺഗ്രസിന് ഒരു അല്പം ബുദ്ധി എങ്ങാനും ഉപയോഗിച്ചാൽ മതി. അതായത് ഇന്ത്യയിൽ 80% ഹിന്ദുക്കളാണ്. അവരെ ഒരുമിച്ച് നിന്ന് അവരെല്ലാം തന്നെ ഒരുമിച്ചാൽ മാത്രം മതി. അതിൽ ഒരു 10% വോട്ട് കിട്ടിയാൽ തന്നെ BJPക്ക് ജയിച്ചു വരാം. പക്ഷെ ആ ഒരു എഞ്ചിനീയറിംഗ് മനസ്സിലാക്കാതെ അവരെല്ലാം ഒരുമിച്ച് നിർത്തി കോൺഗ്രസിന് വോട്ട് നേടുന്നതിനെക്കാട്ടും അവർ പറയുന്നത് അത് അവർ ഈ മൈനോറിറ്റി വോട്ടിനെയും വെച്ചുകൊണ്ട് ഈ EVM പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ ഭരണ സമയത്ത് കൊണ്ടുവന്ന ആ EVM ഇവര് തന്നെ 2 വട്ടത്തോളം ആ EVM ഉപയോഗിച്ച് ഭരണത്തിൽ വന്നത് വീണ്ടും BJP സർക്കാർ ഉപയോഗിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് പ്രശ്നം? അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് തമിഴ്നാട്ടിൽ 40 സീറ്റും അതായത് ഇതേ ഇന്ത്യ അലയൻസ് അതായത് DMK ആണ് ജയിച്ചത്, അവിടെ EVM പ്രശ്നമില്ല. ജമ്മു കാശ്മീരിൽ EVM പ്രശ്നമില്ല. ജാർഖണ്ഡിൽ പ്രശ്നമില്ല. 2024 ലോക്സഭയിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ അതായത് കേരളത്തിൽ പ്രശ്നമില്ല, വയനാട്ടിൽ പ്രശ്നമില്ല, റേബറേലിയിൽ പ്രശ്നമില്ല. ഈ പ്രശ്നങ്ങളൊന്നും ഈ സംസ്ഥാനങ്ങളിലൊന്നുമില്ല. കാരണം അവിടെയെല്ലാം കോൺഗ്രസ് ജയിച്ചു, ജനാധിപത്യം ജയിച്ചു. പക്ഷെ മറ്റു സ്ഥലത്തെല്ലാം തന്നെ BJP ജയിച്ചു. അതേ ഇന്ത്യക്കെതിരായ ഒരു പാർട്ടിയായി മാറിക്കൊണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് കോൺഗ്രസിനെ എല്ലാവരും പുച്ഛിച്ച് തള്ളാൻ തുടങ്ങിയത്.